ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഇറിഗേഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് സ്കെയിൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എന്നാലും നമ്മളിപ്പം കുറച്ച് ചെടികൾ അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അതിന് വെള്ളം നനച്ചു കൊടുക്കണം. ഓക്കെ, അതായത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം നാച്ചുറലായിട്ട് കിട്ടുന്നത് നമ്മുടെ റെയിനിലൂടെയൊക്കെയാണ്. ഇപ്പോൾ മഴയില്ലാത്ത സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അതിന് വെള്ളം കൊടുക്കണം. ഓക്കെ, അതായത് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യലി സപ്ലൈയിങ് വാട്ടർ ടു സോയിൽ ഫോർ റൈസിങ് ക്രോപ്പ്. അതായത് വിള വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായി വെള്ളം കൊടുക്കുന്നതിനാണ് ഇറിഗേഷൻ എന്ന് പറയാം. ഓക്കെ, it is the science of artificial application of water to the land in throughout the crop period for full-fledged nourishment of the crop. അതായത് ഒരു വിളയുടെ പൂർണ്ണമായ വളർച്ചയ്ക്കും നറിഷ്മെന്റിനും ആവശ്യമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം കൊടുക്കുന്നു. അതായത് നമ്മൾ വാട്ടർ ലാൻഡിലേക്ക് കൊടുക്കുന്നു ത്രൂ ഔട്ട് ദി ക്രോപ്പ് പീരിയഡ്. അതായത് ആ ചെടി നടുമ്പോൾ തൊട്ട് അത് നമ്മൾ വിളവെടുക്കുന്ന കാലം വരെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയാം. ഇതിനെ പറ്റിയുള്ള ഈ പഠനത്തിനെയാണ് നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. നോക്കൂ, ഈ ബുക്കിൽ ഈ ഒരു സ്ലൈഡിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഉണ്ട്, ഫ്ലോ ഉണ്ട്, അതുപോലെ തന്നെ ലിഫ്റ്റ്, ഈ ടൈപ്പ് പല മോഡൽ ഇറിഗേഷൻ. ഈ ഓരോ ഇറിഗേഷൻസും എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇറിഗേഷൻ എന്താണെന്ന് ബേസിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ്, നെസസിറ്റി ഓഫ് ഇറിഗേഷൻ. എന്തിനാണ് നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നതെന്ന്. ഇൻ ഏരിയ വിത്ത് ലെസ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി, ഇൻ ഏരിയ വിത്ത് നോൺ യൂണിഫോം റെയിൻഫോൾ, വെയർ കൊമേഴ്ഷ്യൽ ക്രോപ്പ് റിക്വയർ മോർ വാട്ടർ, crop which needed regular water supply for long duration. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു വിള നടണം, പക്ഷെ നമുക്ക് അത്യാവശ്യത്തിന് അവിടെ മഴയൊന്നും ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തോ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വെള്ളം എടുത്തോ നമ്മൾ ആ ഒരു ക്രോപ്പിനെ നട്ട് നനച്ച് വളർത്തണം. ഓക്കെ, അപ്പം മഴ കുറവുള്ളതോ മഴ കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ആയിട്ട് വരാത്തതോ ആയിട്ടുള്ള നോൺ യൂണിഫോം കേസുകളിൽ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ നമ്മുടെ സാമ്പത്തികമായിട്ട് നടുന്നത്. ഓക്കെ, അപ്പം അതിൽ നിന്നും നമ്മൾ ഏൺ ചെയ്തിട്ട് കർഷകരൊക്കെ മെയിനായിട്ടും അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതാണ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് പറയാം. ഓക്കെ, അതിനൊക്കെ നമ്മൾ ഒരുപാട് വെള്ളം വേണം. ഓക്കെ, അപ്പം നമ്മൾ നെല്ല് ഒക്കെ ഒരുപാട് വെള്ളം വേണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കൊമേഴ്ഷ്യൽ ക്രോപ്പിന് വെള്ളം വേണം. അപ്പം അവിടെ ഇറിഗേഷൻ്റെ ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ ക്രോപ്പ് വിച്ച് നീഡഡ് റെഗുലർ വാട്ടർ സപ്ലൈ ഫോർ ലോങ് ഡ്യൂറേഷൻ. അതായത് എന്നും വെള്ളം വേണ്ട നമ്മുടെ നെൽവയൽ, അതുപോലെയുള്ള എന്നും വെള്ളം വേണ്ട തരം പ്ലാന്റുകൾ, അവർക്കൊക്കെ ആണ് നമ്മൾ ഇറിഗേഷൻ്റെ ആവശ്യകത വരിക. കാരണം എല്ലാ കാലത്തും മഴ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അവിടെ വെള്ളം സപ്ലൈ ചെയ്യണം. ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഇറിഗേഷൻ ആണ്. ഇറിഗേഷൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന്. ഇറിഗേഷൻ കാരണം നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ, നല്ല രീതിയിൽ വിളകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ വരും. അതുപോലെ തന്നെ ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡാം കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, ഈ സപ്ലൈക്ക് വേണ്ടി ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ നിന്ന് എന്തുണ്ടാക്കാം? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ, വെള്ളമില്ലാത്തടത്ത് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും വിള നനയ്ക്കുന്ന, അതായത് നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ ക്രോപ്പ് നനയ്ക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനും കൂടെ ആ ഒരു കണക്ഷനിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റും. ഇൻലാൻഡ് നാവിഗേഷൻ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത്, അതായത് ഒരു കനാല് രണ്ടൊരു പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തൊരു കനാൽ ഉണ്ടെങ്കിലോ, റോഡ് മാർഗം പോകുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്താണ്? അതിലൂടെ ഒരു ചെറിയ തോണിയോ ചെറിയൊരു ബോട്ട് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഒത്തിരി നമ്മുടെ കേരളത്തിൽ തന്നെ കാണാൻ പറ്റും. ഇൻലാൻഡ് നാവിഗേഷനെ പറ്റും. അഫോറസ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഡിഫോറസ്റ്റേഷൻ ഇല്ലാണ്ട് അഫോറസ്റ്റേഷൻ, വിളകളൊക്കെ നല്ലപോലെ നട്ട് നനച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇറിഗേഷനിലൂടെ നടക്കും. ഇതൊക്കെയാണ് ഇറിഗേഷൻ അഡ്വാൻറ്റേജ് വരും. അപ്പോൾ നമുക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കും. ഇതിലൊക്കെ ചോദിച്ചിട്ടുള്ളത് 2-3 അഡ്വാൻറ്റേജ് വരും. അതിൽ ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ ആണ്. ഇറിഗേഷൻ നമ്മൾ മെയിനായിട്ടും ഫ്ലോ ഇറിഗേഷൻ എന്നും ലിഫ്റ്റ് ഇറിഗേഷൻ എന്നും രണ്ടായിട്ട്, ഇത് മെയിൻ ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഇറിഗേഷനിൽ വരുന്നത് ഫ്ലോ ഇറിഗേഷനും ലിഫ്റ്റ് ഇറിഗേഷനുമാണ്. പിന്നെ നമ്മൾ ഈ ഫ്ലോ ഇറിഗേഷനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. പെരനിയൽ ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് ഇറിഗേഷൻ ഓർ ഇനുണ്ടേഷൻ ഇറിഗേഷൻ എന്ന് നമ്മൾ
വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ഇതിൽ ഈ പെരിനിയലിനെ പിന്നെയും രണ്ടായി സബ് ഡിവൈഡ് ചെയ്തു, ഡയറക്റ്റ് ഇറിഗേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് ഇറിഗേഷൻ. ഓക്കെ, ഇതിൽ ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ ആണ് ഫ്ലോ ഇറിഗേഷൻ. ഫ്ലോ ഇറിഗേഷൻ ഏതാണ്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇറിഗേഷനെ രണ്ടായിട്ട് തരംതിരിച്ച് ഫ്ലോ ആൻഡ് ലിഫ്റ്റ്, അതിലാണ് ഈ ഫ്ലോ ഇറിഗേഷൻ. ഈ ഒരു പിക്ചറിൽ നോക്കൂ, നമ്മളിപ്പം ഇവിടെ ഇതിലെ ഒരു ചെറിയൊരു കനാൽ വഴി വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇതിലൂടെ വെള്ളം, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു സ്പേസുകളിലൂടെ, ചെറിയ ചാലുകളിലൂടെ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകി പോവുകയാണ്. ഓക്കെ, ഒഴുകി പോവുക, ശ്രദ്ധിക്കുക. അതായത് വെൻ ദി വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് എ ഹയർ ലെവൽ, ഇതിപ്പോൾ ഒരു സ്ലോപ്പി ലാൻഡ് ആണ്, ഏകദേശം കാണാം. അതായത് ഈ ഒരു വെള്ളം പോകുന്ന ഈ ഒരു കോണ്ടൂർ എന്ന് പറയുന്നത് കുറച്ച് ഉയർന്നിട്ടായിരിക്കും. എന്നിട്ട് താഴേക്ക് ചെറിയ രീതിയിൽ നമ്മുടെ ഈ തേയിലത്തോട്ടം അത്രയ്ക്ക് സ്ലോപ്പ് ഉണ്ടാവില്ല, അതായത് ചെറിയൊരു സ്ലോപ്പ്, ഈ വെള്ളത്തിന് ഒഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിടത്ത് ഒരു വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒഴുക്കി കളയാൻ നമ്മൾ ചെറിയ രീതിയിൽ ഒരു സ്ലോപ്പ് കൊടുത്ത് സൈഡിലേക്ക് മാറ്റില്ല, അതേപോലെ ചെറിയൊരു ഇൻക്ലിനേഷൻ ഉള്ള സ്ലോപ്പുകളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് വെൻ വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് എ ഹയർ ലെവൽ ആൻഡ് ഇറ്റ് ഈസ് സപ്ലൈഡ് ടു ലോവർ ലെവൽ ബൈ മോർ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി, then it is called flow irrigation. അതായത് ഗ്രാവിറ്റിയുടെ ആക്ഷൻ വരണമെങ്കിൽ എങ്ങനെയാണ്, ഒരു ഹയർ ഏരിയയിൽ നിന്ന് ലോവർ ഏരിയയിലേക്ക് ഒരു ലിക്വിഡിന് ഫ്ലോ ചെയ്യണമെങ്കിലാണ് അവിടെ ഗ്രാവിറ്റിയുടെ ആക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെറിയൊരു ഇൻക്ലിനേഷൻ കൊടുക്കണം നമ്മുടെ ലാൻഡിന്. അങ്ങനെയുള്ള ഇറിഗേഷനാണ് ഫ്ലോ, അതായത് ഒഴുകി പോകുന്ന വെള്ളം, വേണ്ടിടത്തേക്കെല്ലാം വെള്ളം ഒഴുകി പോകുന്നു, വേണ്ടിടത്തേക്കൊക്കെ നമ്മൾ വഴി വെട്ടി കൊടുക്കുക, അപ്പോൾ ഒഴുകി പോകുന്ന വെള്ളം. ഓക്കെ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി കാണുന്നതാണിത്. ഓക്കെ, ഇതിനെ തന്നെ നമ്മൾ പെരിനിയൽ ഇറിഗേഷൻ എന്നും ഫ്ലഡ് ഇറിഗേഷനോ ഇനുണ്ടേഷൻ ഇറിഗേഷൻ എന്നും പറഞ്ഞ് രണ്ടായി വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ പെരിനിയൽ ഇറിഗേഷൻ എന്താണെന്ന് നോക്കാം. കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ത്രൂ ഔട്ട് ദി ക്രോപ്പ് പീരിയഡ് അക്കോർഡിംഗ് ടു ക്രോപ്പ് റിക്വയർമെന്റ്. ഓക്കെ, അതായത് ഒരു ക്രോപ്പ് ഞാനിപ്പം നട്ടു, അതിൻ്റെ ലൈഫ് പീരിയഡ്, അതായത് അത് വിളവെടുക്കുന്നത് വരെ, അപ്പം ഒരു നെല്ലാണെങ്കിൽ അത് കൊയ്യുന്ന കാലം വരെ നമുക്കതിന് വെള്ളം വേണമെങ്കിൽ അങ്ങനെയുള്ള ഇറിഗേഷനാണ് പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയാം. ഹെൻസ് സ്റ്റോറേജ് വർക്ക് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വേണമെങ്കിൽ എന്താണ്, പുഴയിൽ എല്ലാ കാലത്തും വെള്ളം ഉണ്ടാവാത്ത കേസ് വരും, അതായത് വേനൽക്കാലത്തൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഡാം അല്ലെങ്കിൽ ഒരു ബാരേജ് കെട്ടിയിട്ട് വെള്ളത്തിന് സ്റ്റോർ ചെയ്യണം. The perennial system of irrigation is most important and is mostly practiced in India. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇറിഗേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പെരിനിയൽ ഇറിഗേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പെരിനിയൽ ഇറിഗേഷൻ ഈസ് ഫർദർ സബ് ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ്. ഇതിനെ വീണ്ടും രണ്ടായി സബ് ഡിവൈഡ് ചെയ്തു, ഡയറക്റ്റ് ഇറിഗേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് ഇറിഗേഷൻ. ഈ ഡയറക്റ്റ് ഇറിഗേഷനെ തന്നെ നമ്മൾ റിവർ കനാൽ ഇറിഗേഷൻ എന്നും കൂടി പറയും. ഓക്കെ, എന്താണ് ഈ റിവർ കനാൽ ഇറിഗേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് നോക്കാം. When the water is directed to the canal by construction of a weir or a barrage across the river, it is called direct irrigation. Used when river flow is perennial. പെരിനിയൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയർ എന്നാണ് കേട്ടോ. അതായത് ഒരു ദിവസം പോലും വെള്ളം ഉണ്ടാവാതെ എല്ലാ ദിവസവും എല്ലാ സമയവും കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നതിനാണ് പെരിനിയൽ എന്ന് പറയുക കേട്ടോ, പെരിനിയൽ. ഓക്കെ, അപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വിയർ ഓർ ബാരേജ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഇറിഗേഷൻ ഫീൽഡിലേക്ക് ആ ഒരു കനാലിനെ ഡയറക്റ്റ് ചെയ്യും. അതായത് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് അതിൽ നിന്നുള്ള വെള്ളം നമ്മുടെ കനാലിലൂടെ പോയിട്ട് നമ്മുടെ ക്രോപ്പ് ഫീൽഡിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പം ആ ഒരു പുഴയിൽ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ജസ്റ്റ് ഒരു തടയണ നിർമ്മിക്കുന്നു, ആ തടയണയിൽ നിന്നും ആ വെള്ളത്തിനെ ഡയറക്റ്റ് ചെയ്ത് ഡാമിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതായത് ആ ഒരു വാട്ടർ ലെവൽ കുറച്ച് പൊങ്ങിയാൽ മാത്രമല്ലേ ഈ കനാലിലേക്ക് വെള്ളം നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കേസിന് മാത്രമാണ്, വിയറും ബാരേജും മാത്രമേ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ. നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇൻഡയറക്റ്റ് ഇറിഗേഷനോ സ്റ്റോറേജ് ഇറിഗേഷൻ. ഓക്കെ, ആ സ്റ്റോറേജ് എന്നുള്ള വാക്ക് നോട്ട് ചെയ്യുക. വെൻ എ ഡാം ഈസ് കൺസ്ട്രക്റ്റഡ്, നോക്കുക, നേരത്തെ നമ്മൾ വിയർ ഓർ ബാരേജ്, ഓക്കെ, വിയറും ബാരേജ് കൺസ്ട്രക്ട് ചെയ്യുന്ന എന്താണ്, വെള്ളത്തിന്റെ ലെവലിനെ ഉയർത്തി കനാലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അതേസമയം when a dam is constructed across a river to store water during monsoon so as to supply water in the off-taking channels during period of low flow. Okay, there it is termed as storage irrigation.
used when river flow is non-perennial. ഓക്കെ, അപ്പം നമ്മൾക്ക് നോക്കുക പെരിനിയൽ ഇറിഗേഷൻ്റെ കേസിൽ വരുന്നതാണ് കേട്ടോ ഇത്. ഈ പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെയാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും വരുന്നത്. ഒരു ഇടതടവില്ലാണ്ട് വെള്ളം വന്നുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ മഴക്കാലത്ത് വെള്ളം നല്ലപോലെ ഉണ്ട്, വേനൽക്കാലത്ത് വെള്ളമില്ലാത്തൊരു പുഴയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മഴക്കാലത്ത് തന്നെ നമ്മൾ നല്ലോണം മഴയുള്ളപ്പോൾ അപ്പം ഓൾറെഡി നമ്മുടെ കനാലിലൂടെ വെള്ളം പോകുന്നുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യും. ഡാം കൺസ്ട്രക്ട് ചെയ്ത് ഒരു റിസർവോയർ ആയിട്ട് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ മഴ ഇല്ലാത്ത സമയത്ത് ആ സ്റ്റോറേജിൽ നിന്ന് നമ്മൾ വേഗം വെള്ളം എടുത്തിട്ട് നമ്മുടെ ക്രോപ്പിന് കൊടുക്കുന്നു. അതായത് ഒരു ഗ്യാപ്പ് പോലും വെള്ളം കിട്ടാണ്ട് ആ ക്രോപ്പിന് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതാണ് ഈ ഇൻഡയറക്റ്റ് ഇറിഗേഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഫ്ലഡ് ഇറിഗേഷൻ ഓർ ഇനുണ്ടേഷൻ ഇറിഗേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ് മെയിനായിട്ടുള്ള ഇറിഗേഷൻ 2 ടൈപ്പാണ്. ഫ്ലോ ഇറിഗേഷനും ഉണ്ട്, ലിഫ്റ്റ് ഇറിഗേഷനും ഉണ്ട്. ഈ ഫ്ലോ ഇറിഗേഷൻ തന്നെ പെരിനിയലും ഉണ്ട്, ഫ്ലഡ് ഇറിഗേഷൻ ഓർ ഇനുണ്ടേഷൻ ഇറിഗേഷനും ഉണ്ട്. ഓക്കെ, സോയിൽ ഈസ് തറൗലി കെപ്റ്റ് മോയിസ്റ്റ്, സബ്മേർജ്ഡ് ആൻഡ് ഫ്ലഡഡ് വിത്ത് വാട്ടർ. ഒന്നും വേണ്ട, നമ്മുടെ വയലിൻ്റെ കാര്യം ആലോചിക്കുക. വയലിൽ എന്താണ് എല്ലാ കാലത്തും വെള്ളം ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ ഒരു കേസ് ആലോചിച്ചാൽ മതി. അപ്പം നമ്മുടെ ഭൂമിയെ എപ്പോഴും വെറ്റാക്കി നിർത്തുക, അല്ലെങ്കിൽ എന്താ പറയുക, ഫുള്ളി സാച്ചുറേറ്റഡ് ലെവലിൽ സോയിലിനെ കീപ്പ് ചെയ്യുക. അതായത് ആ ഒരു ക്രോപ്പിന് ഫുള്ളി സാച്ചുറേറ്റഡ് ലെവലിൽ മാത്രമേ നറിഷ്മെൻറ്റ് നടക്കുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് ഫ്ലഡ് ഇറിഗേഷൻ ഓർ ഇനുണ്ടേഷൻ ഇറിഗേഷൻ എന്ന് പറയുക. അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷൻ ഇറിഗേഷൻ ആണ് ലിഫ്റ്റ് ഇറിഗേഷൻ. ഓക്കെ, അതിൽ ഈ പിക്ചറിൽ നോക്കുക. ഈ പിക്ചറിൽ നമ്മൾ കാണുന്നുണ്ട് എന്താണ്, വാട്ടർ സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്നു, അതുപോലെ തന്നെ അതിനെ പമ്പ് ചെയ്തിട്ട് നമ്മളുടെ ഫീൽഡിലേക്ക് കൊണ്ടു കൊടുക്കുന്നു. ഓക്കെ, ഇതേ രീതിയാണ്. അതായത് വെള്ളത്തിനെ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ഉയർത്തി ഈ രീതിയിൽ പമ്പ് ചെയ്യുന്നത്. അതായത് പുഴയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നതല്ല, അല്ലാതെ ഉള്ള സബ്സർവസ് വാട്ടറിനെ എടുത്ത് പമ്പ് ചെയ്ത് കൊടുക്കുന്നു. Irrigating the agricultural land by lifting water available at lower and by means of some mechanical device like a pump. അതായത് പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളത്തെ ലിഫ്റ്റ് ചെയ്തിട്ട് ഫീൽഡിലേക്ക് കൊടുക്കുന്നതിനാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ കിണർ, ഓക്കെ, ഓപ്പൺ വെല്ല് ഉപയോഗിക്കും, ട്യൂബ് വെല്ല് ഉപയോഗിക്കും, ഓക്കെ, സബ്സർവസ് വാട്ടറൊക്കെ നമ്മൾ ഉപയോഗിക്കും ഈ ലിഫ്റ്റ് ഇറിഗേഷനിൽ. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടും നമ്മുടെ ഇറിഗേഷൻ്റെ മെയിനായിട്ട് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്? ഇറിഗേഷൻ എന്താണെന്ന് നോക്കി, അതിൻ്റെ നെസസിറ്റി നോക്കി, അഡ്വാൻറ്റേജ് നോക്കി, ടൈപ്സ് നോക്കി. ഓക്കെ, ടൈപ്സ് എല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതൊക്കെ നല്ലപോലെ നോക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.